തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ചതിന്റെ പിറ്റേ ദിവസം വന്ന വാർത്തകളിൽ ഒന്നിങ്ങനെയായിരുന്നു: ഭേദം ജയിൽ. എന്താണ് ശരിക്കും സത്യാവസ്ഥ? ഈ തടവുകാരുടെ വേതനം വർദ്ധിപ്പിക്കുമ്പോൾ അവരെ കൊണ്ട് ഫോഴ്സ് ലേബർ ചെയ്യിക്കരുത് സുപ്രീം കോടതി ജഡ്ജിമെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വേതനം കുറച്ച് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് ഫോഴ്സ് ലേബറാണ്. ആ ഫോഴ്സ് ലേബർ ചെയ്യിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ജയിലിലെ തടവുകാർ ഇത്രയും കൂലി വാങ്ങിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അവർക്ക് വലിയ തുക കിട്ടുന്നുള്ളത് ശരിയല്ല. നേരത്തെ പറഞ്ഞാൽ 30% വിക്ടിമിന് പോകും, 50% വീട്ടിലേക്ക് പോകും, പിന്നെ 20% ജയിലിലെ ചെലവിനേ ഉള്ളൂ. പിന്നെ ജയിലിലെ റിഫോംസിന് വേണ്ടി അവനെ എടുക്കുമ്പോൾ അവന് 2018 റിഫോം കഴിഞ്ഞ് അത് 2021 ആയപ്പോൾ അത് ഡബിൾ ചെയ്യേണ്ടതായിരുന്നു. അത് മാത്രമേ DGP റെക്കമെൻഡ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞുള്ള അടുത്ത റിഫോമും കഴിഞ്ഞു വരുന്ന സമയത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നോർമലി അത് രണ്ട് ഡബിളിങ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 320 ഏകദേശം 550-600 വരും. അപ്പോൾ ഈ തടവുകാർക്ക് എത്ര കൊടുക്കുന്നോ അത്രയും ആശാ വർക്കർമാരും കൊടുക്കണം. അതാണ് എൻ്റെ ശക്തമായിട്ട് അഭിപ്രായം. പക്ഷേ ഈ തടവുകാരുടെ ശമ്പളം പറയുമ്പോൾ 2-3 കാര്യം ശ്രദ്ധിച്ചോണം. ഒന്ന്, തടവുകാർക്ക് സമരം ചെയ്യാൻ ഒക്കെയില്ല. മറ്റ് തൊഴിലാളികൾക്ക് സമരം ചെയ്യാം, തടവുകാർക്ക് സമരം ചെയ്യാൻ പറ്റില്ല. തടവുകാരെല്ലാം ഇടതുപക്ഷക്കാരായതുകൊണ്ടാണ് വേതനം കൂട്ടി എന്നൊരു ആരോപണമുണ്ട്. എന്താണ് അവിടെ സത്യാവസ്ഥ? ഇവിടെ സംസാരിച്ചപ്പോഴൊക്കെ ഈ ഇടതുപക്ഷത്തിന്റെ തടവുകാരാണ് ഭൂരിപക്ഷം എന്നൊരു സൂചന വന്നു. അത് കറക്റ്റ് അല്ല. ഈ വേതനവർദ്ധനം കിട്ടുന്നത് 3800 പേർക്കാണ്. അതിൽ 800 പേരേ ഉള്ളൂ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. അതിൽ LDFന്റെയും UDFന്റെയും തടവുകാരുടെ എണ്ണം ഏതാണ്ട് ഈക്വലാണ്. BJP RS തടവുകാരുടെ എണ്ണം അതിന്റെ പകുതിയും. അപ്പോൾ ഈ തടവുകാർ ഈ കടുതടവുകാരെല്ലാം ഇടതുപക്ഷമാണെന്നൊരു സൂചന ശരിയല്ല. കണക്ക് നിങ്ങൾ ജയിലിൽ നിന്ന് എടുത്തിട്ട് പൊതുജനമധ്യത്തിൽ കൊടുക്കണം. അപ്പോൾ അത് ആ വ്യാഖ്യാനം ശരിയല്ല. പിന്നെ ഇപ്പോഴത്തെ കേരളത്തിലെ ജയിലിൽ ഞങ്ങളുടെ 10400 പേരുണ്ട്. അതിൽ ഒരു 3500 പേര് പ്രിവെന്റീവ് ഡിറ്റൻഷനാണ്, കരുതൽ തടങ്കലാണ്. കരുതൽ തടങ്കൾക്ക് ജോലിയില്ല, കരുതൽ തടങ്കൾക്ക് ശമ്പളമില്ല. പിന്നെ ഒരു 3000-ഓളം പേര് അവർ സിമ്പിൾ ഇംപ്രസൺമെൻ്റ് ആണ്, ലഘു തടവുകാരാണ്. അവർക്ക് ജോലി ചെയ്യേണ്ട, അവർക്ക് കൂലിയില്ല. അപ്പോൾ ഈ 10400 പേരിൽ ഈ വർദ്ധിപ്പിച്ച 640 രൂപ കിട്ടുന്നത് 3800 പേര് മാക്സിമം അവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി അവർക്ക് കിട്ടുമ്പോൾ അവർ 31 ദിവസം ജോലി നോക്കത്തില്ല. അവർക്ക് അതിനിടയ്ക്ക് വേറൊരു കോടതി സമൻസ് വരും, അവരെ കൊണ്ടങ്ങ് പോകും. പിന്നെ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ തന്നെ അവൻ റെസ്റ്റ് ചോദിക്കും, ചില ദിവസങ്ങളിൽ അവൻ റെസ്റ്റ് പോകും. അപ്പോൾ ഒരു തൊഴിലാളിക്ക്, ഒരു തടവുകാരന് ഒരു 20 ഡേയ്സിൽ കൂടുതൽ കിട്ടത്തില്ല. അപ്പോൾ 20 ഡേയ്സിൽ അവന് ഈ രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവന് 12,000 റുപ്പീസ് കിട്ടും. തടവുകാരന് ഈ പൈസ കൂട്ടി കൊടുക്കുന്നതിനകത്തുനിന്ന് 50% അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിനാണ് പോകുന്നത്. 30% അവൻ ആരെയാണോ ആക്രമിച്ചത് അതിന് കോടതി പറഞ്ഞ കോമ്പൻസേഷനിലാണ് പോകുന്നത്. ഇപ്പോൾ കോമ്പൻസേഷൻ പകരം കിടക്കാൻ വേണം തടവ് അവന് കിട്ടുന്നില്ല. കാര്യം ഏറ്റവും വലിയ അനുഭവിച്ചാൽ മതി. അതിനിടയ്ക്കാണ് മറ്റേ വകുപ്പുകളൊക്കെ ശിക്ഷ വരുന്നത്. അപ്പോൾ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ വിക്ടിമിന് ഇപ്പോൾ കോമ്പൻസേഷൻ കിട്ടി. അപ്പോൾ കുടുംബത്തിൽ 50%, വിക്ടിമിന് 30% പോയി കഴിഞ്ഞാൽ ബാക്കി 20% ഇവൻ്റെ ചിലവിനേ ഉള്ളൂ. ഇവന് ആഹാരം കിട്ടും, അവൻ്റെ ജയിലിലെ നമ്പർ വെച്ച് തുണിയും കിട്ടും, വേറെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അവന് പേസ്റ്റ് വാങ്ങിക്കണം, അവന് ഷേവിംഗ് കിറ്റ് വാങ്ങിക്കണം, അവന് വസ്ത്രം വാങ്ങിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അവന് ആശാവർക്കർമാരുടെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആശാവർക്കർമാർക്ക് അത്രേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ജയിലിൽ അവരുടെ കൂലി കുറയ്ക്കണമെന്നല്ല നിങ്ങൾ പറയേണ്ടത്. ജയിലിൽ അവർക്ക് കൊടുക്കുന്ന എത്രയാണോ അത്രയും ആശാവർക്കർമാരുടെ കൂലി വർദ്ധിപ്പിക്കണം. അപ്പോൾ ആശാവർക്കർമാർ കഴിഞ്ഞ് 7 തവണയായിട്ട് സംസ്ഥാന ഗവൺമെന്റ് 7 തവണയായിട്ട് അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കേരളത്തിൽ ആശാവർക്കർമാർക്കാണ്. അത്രയും ശമ്പളം കേന്ദ്ര ഗവൺമെന്റ് കൂട്ടി കൊടുക്കണം. അപ്പോൾ 7 തവണ സംസ്ഥാനം കൂട്ടിയപ്പോഴും കേന്ദ്രം കൂട്ടിയിട്ടില്ല.